ഗൈസ് നമുക്കപ്പോൾ ഒരു ട്രാവൽ പാർട്ണറോട് കിട്ടിയൊക്കെയാണ്. കഴിഞ്ഞ എപ്പിസോഡുകൾ കണ്ടവർക്കറിയാം നമ്മളിവിടെ ഷബാസ് ഭായ് ഉണ്ടായിരുന്നു, മുംബൈക്കാരനാണ്. ഇന്ന് നമ്മളോടുള്ളത് സെയിം ഒരു മുംബൈക്കാരൻ തന്നെയാണ് കേട്ടോ. അതെ പുള്ളിക്കാരനാണ്. പുള്ളി നമ്മൾ ഇന്നലെ താമസിച്ചില്ല, ആ ഹോസ്റ്റലിൽ നിന്ന് ഞാൻ പരിചയപ്പെട്ടാണ്. പുള്ളി ഒരു വ്ളോഗറാണ് കേട്ടോ, ആൾ വ്ളോഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹോസ്റ്റലിൽ നിന്ന് പരിചയപ്പെട്ടാണ്. അപ്പോൾ പേര് ഞാൻ ഓർക്കുന്നില്ല, മറന്നുപോയി. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് ഇപ്പോൾ ഇന്ന് ഇറങ്ങിയേക്കുന്നത്. അപ്പോൾ അവനിക്കും കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു, ട്രൈപോഡ് കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതെല്ലാം വാങ്ങിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാനും മെമ്മറി കാർഡൊക്കെ വാങ്ങിച്ചു, നിങ്ങൾ കണ്ടില്ലേ. അത് കഴിഞ്ഞിട്ട് നമ്മളിതേ ഒരു ഫുഡ് കഴിക്കാം, ഒരുമിച്ച് ഇന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നാളെ നമ്മൾ ഈ ഒരു സിറ്റി വിടുന്നത് അവൻ്റെ കൂടെ ആയിരിക്കും കേട്ടോ. അവന് ഒരുമിച്ചാണ് പോകുന്നത്. ഇവിടുന്ന് കുറച്ചൊരു 70 കിലോമീറ്റർ മാറിയിട്ടൊരു കിടിലൻ സ്പോട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മൾ നാളെ പോകാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മളിത് ഇവിടുത്തെ ഒരു ലോക്കൽ ഷോപ്പ് കണ്ടില്ല, ഒരു ഉസ്ബെക്കിസ്ഥാൻ ലോക്കൽ ഷോപ്പാണ്. ഇവിടെ സൊംസയും അവരുടെ നാച്ചുറൽ ഫുഡ് പ്ലോവ് പുലാവ് എന്നൊക്കെ പറയും കേട്ടോ, എല്ലാം ഉള്ളൊരു കടയാണ്. ഇവിടെ കയറുമ്പോൾ തന്നെ പുകച്ച് ഇങ്ങനെ നിൽപ്പുണ്ട്. ഇത് സംഭവം ഇവിടുത്തെ ഷഷ്ലീക്കാണ് കേട്ടോ. നമ്മുടെ നാട്ടിലെ കബാബില്ലേ, കബാബാണ് ഇവിടുത്തെ ഷഷ്ലീക്ക് കേട്ടോ. അപ്പോൾ അതേ ഷഷ്ലീക്ക് അവിടെ കുക്കാവുന്നുണ്ട്. ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ടല്ലേ, നൈസ് ഒരു ആംബിയൻസിലൊക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഞാൻ ഒരു സംഭവം കാണിച്ചില്ല, ഇവിടുത്തെ തിരക്ക്. ഇവിടെ ഈ പ്ലോഫ് കഴിക്കാനുള്ള തിരക്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയോ. ഇതിനകത്ത് അത്യാവശ്യം നല്ല തിരക്കാണ്. ഇതെല്ലാം പ്ലോഫിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നത്. എനിക്ക് അറിയാൻ വയ്യ എന്തിനാണ് ഇവർ ഇത്രത്തോളം ഈ പ്ലോഫിനെ ഇഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ പുലാവിനെ ഇഷ്ടപ്പെടുത്തിയത്. കാരണം ടേസ്റ്റ് ഉണ്ടോയെന്ന് വെച്ചാൽ ടേസ്റ്റൊക്കെ ഓക്കെയാണ്, പക്ഷേ ഇത് ഭയങ്കര അൺഹെൽത്തി ഫുഡാണ്. പക്ഷേ ഇവരെങ്ങനെയാണ് ഇത് കഴിക്കുന്നതെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് കണ്ടില്ല, ഇത് എണ്ണ കോരി എടുക്കുന്നുണ്ടോ. ഇതെല്ലാം ആൾക്കാർ ഈ പ്ലോഫിന് വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാർ. അതേ നോക്കി അവിടെ എത്ര ഒരു ആൾക്കാർ ഇരിക്കുന്നത്, ഇവിടെ ആൾക്കാർ നിൽക്കുന്നത്, ഇത്രയും പേര് ഇവിടെ നിൽക്കുന്നത് കണ്ടില്ലേ. എത്ര ആൾക്കാർ ഇവിടെ നിൽക്കുന്ന ഈ ഒരു സാധനം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവം. ഇതിൽ എന്തോ ഒരു ഓയിൽ, നിങ്ങൾ കഴിഞ്ഞ എപ്പിസോഡ് ഉണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടാവും, നമ്മളും കഴിച്ചായിരുന്നു ഈ സാധനം. ഇതേ ഓയിൽ ഉണ്ട്, ഇതിലിപ്പോൾ ഒരു പറ ഓയിൽ കോരി മാറ്റിയതാണ് കേട്ടോ. എന്നിട്ട് ഇപ്പോൾ ഇത്രയും ഓയിൽ ഇനിയുണ്ട്. ബീഫിൻ്റെ ഫാറ്റ് ഓയിൽ എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള കേട്ടോ സംഭവം. ആ ചോറ് തന്നെ നോക്കി എന്തോരം ഓയിലാണ് ആ ചോറിനകത്തുള്ളത്. ബട്ട് എനിക്ക് അന്ന് കഴിച്ചത് ടേസ്റ്റ് ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ കഴിക്കാൻ പറ്റുന്നില്ല കേസ്. സംഭവം ഇങ്ങനെ ഇത്രയും ഓയിലും കാര്യങ്ങളും ഒരു എന്താ പറയുക, എനിക്ക് കാണുമ്പോഴത്തേക്കും തന്നെ അങ്ങ് ഒരു വല്ലായ്മ പോലെയൊക്കെ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കഴിക്കാത്തത്. അല്ലെങ്കിൽ നമ്മളെന്തായാലും അന്ന് ഞാൻ ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് എങ്ങനെയൊക്കെ കംപ്ലീറ്റ് ചെയ്തതാണ്. പക്ഷേ കുറച്ച് ബാലൻസും വെച്ചു. പക്ഷേ അവിടുത്തെ വലിയ ടേസ്റ്റ് ഇല്ലായിരുന്നു കേട്ടോ. പക്ഷേ ഇച്ചിരി എക്സ്പെൻസീവ് ആയിരുന്നു അവിടുന്ന് കഴിച്ചത്. നല്ല റേറ്റ് ഉണ്ടായിരുന്നു. ഏകദേശം നമ്മളെ നാട്ടിലെ 300 രൂപയും കണ്ടാണ് ഒരു പ്ലേറ്റിന് വരുന്ന റേറ്റ് കേട്ടോ. അപ്പോൾ അതെ ഇവിടെ ആൾക്കാർ ഇത്രയും പേര് ഇരിപ്പുണ്ട്. നമുക്ക് എന്തെങ്കിലും ഓർഡർ ചെയ്ത് കഴിക്കാം. Bro, you are taking? Yeah, Pulao? Okay. How much? 40,000 അല്ലേ? 30,000. 30,000 രൂപയ്ക്കുള്ളതാണ് കേട്ടോ അത് ഈ കാണുന്നത്. പക്ഷെ നമ്മൾ അന്ന് അവർ തേച്ച് കേട്ടോ, നമ്മളിന്ന് 40,000 ആണ് വാങ്ങിച്ചത്. 45,000 കണ്ടേ വാങ്ങിച്ചേട്ടോ നമ്മളെ. ഇത് കഴിഞ്ഞ എപ്പിസോഡുകൾ കണ്ടവർക്കറിയാം, ഇത് തന്നെയാണ് സംഭവം. എവിടെ നോക്കിയാലും ഇവിടെ ഇതേ ഉള്ളൂ ഗൈസ്. ഇവിടെ ഇതാണ് ഇവിടുത്തെ മെയിൻ ഭക്ഷണം. അതുകൊണ്ടാണ് ഇത് തന്നെ വീണ്ടും ഞാൻ കാണിച്ചു തരുന്നുണ്ട്. എവിടെ നോക്കിയാലും ഇത് തന്നെയാണ് ഇവിടുത്തെ ഒരു മെയിൻ ഭക്ഷണം. ഇതും പിന്നെ ഇവരുടെ മറ്റേ ആ ഒരു എന്താ പറയുക, ഇവരുടെ മെയിൻ നോൻ എന്നൊക്കെ പറയും കേട്ടോ, ഇവർ ബണ്ണി പോലത്തെ സാധനം. ഇതും ഈ ചോറിൻ്റെ കൂടെ അവർ അതും സെർവ് ചെയ്താ കേട്ടോ കൊടുക്കുന്നത് കഴിക്കാനായിട്ട്. Finish. Okay. You did not get? No. What is it? It's done. Done. Okay. തീർന്ന കഴിച്ചേ. ഒരു ഇത്രയും വലിയൊരു സംഭവം ഉണ്ടോ, തീർന്നു കഴിഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മളെ ഫ്രണ്ട് കേട്ടോ. അപ്പോൾ आपका नाम क्या है? പീയൂഷ്. നോമാഡ് പീയൂഷ് എന്നാണ് യൂട്യൂബ് ചാനലിൻ്റെ പേര്. അത്യാവശ്യം റീച്ചൊക്കെ ഉള്ളൊരു യൂട്യൂബറാണ് കേട്ടോ. അപ്പോൾ നോമാഡ് പീയൂഷിൻ്റെ കൂടെയാണ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങിയത്. അപ്പോൾ ഇവിടെ നമ്മൾ കഴിക്കുന്നില്ല, കാരണം ഇവിടെ എല്ലാം കഴിഞ്ഞു കേട്ടോ. പുള്ളിയും ഫ്ലോഫ് കഴിക്കാനുള്ളൊരു മൈൻഡിലാണ് പുള്ളി നിന്നത്. പക്ഷേ പുള്ളിക്ക് കഴിക്കാൻ പറ്റിയില്ല. നമ്മൾ ഇതുവരെ കഴിച്ച് നിങ്ങൾക്ക് കാണിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ലോക്കൽ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഇല്ലേ. അപ്പോൾ നമ്മൾ സംസ കഴിച്ചതാണെങ്കിലും ഇവിടുത്തെ പല സാധനങ്ങൾ ട്രൈ ചെയ്യുന്നതൊക്കെ ലോക്കൽ ഷോപ്പിൽ നിന്നാണ് കേട്ടോ. ഇത് കണ്ടോ, ഇതൊരു റെസ്റ്റോറൻ്റ് ആണ്. ഇതേപോലുള്ള റെസ്റ്റോറൻറ്റ്സ് ഒരുപാടുണ്ട്. നോക്കി എന്ത് ഭംഗിയാന്ന് നോക്കി, അടിപൊളിയല്ലേ, നല്ല പൊളിയൊരു റെസ്റ്റോറൻ്റ് ആണ്. ഷഷ്ലീക്ക് സൊംസ എന്ന് എഴുതിയേക്കാൻ നിങ്ങൾക്ക് കാണാം. ഷഷ്ലീക്കാണ് കബാബ്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടില്ല ആ സാധനം. സൊംസ പിന്നെ നമ്മൾ സ്ഥിരം കഴിക്കുന്ന സാധനം, മറ്റേ മുട്ട പപ്സ് പോലത്തെ സാധനം കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ചും കൂടി അത്യന്താധുനികമായിട്ട് നിങ്ങൾക്കത് കഴിക്കണമെങ്കിൽ ഇതേപോലുള്ള റെസ്റ്റോറൻറ്റിൽ വന്നു കഴിഞ്ഞാൽ കുറച്ച് പൈസ കൂടുതലാണ്, അറിയാമല്ലോ. നോർമലി റെസ്റ്റോറൻ്റ് ആകുമ്പോൾ റേറ്റ് കൂടുതലായിരിക്കും, പക്ഷേ കുറച്ചുകൂടി സെറ്റപ്പൊക്കെ ആയിട്ടിരുന്ന് കഴിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പുള്ളിക്കാരൻ്റെ കൂടെ കഴിക്കാൻ പോകണം. പുള്ളിക്ക് പുലാവ് കഴിക്കണമെന്ന് പറഞ്ഞാൽ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഓക്കെ നമുക്ക് ഇവിടെ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞേക്കാണ്. അപ്പോൾ അപ്പുറത്തൊരു ഷോപ്പ് കാണുന്നുണ്ട്, സമർക്കന്ദ് പുലാവോ അങ്ങനെ എന്തോ തന്നെയാണ്. സമർക്കന്ദ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മറ്റൊരു സ്ഥലമാണ്. അപ്പോൾ ആ സ്ഥലത്ത് അവിടെ കിട്ടുന്ന ടൈപ്പുള്ള പുലാവ് ആയിരിക്കും അവിടെ കിട്ടുന്നത്. റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം എന്തെങ്കിലും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പുലാവ് ആണോ ഇനി സമർക്കന്ദിൽ കിട്ടുന്നത് എനിക്കറിയില്ല. കാരണം നമ്മൾ സമർക്കന്ദിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് പുലാവ് ഒന്നും കഴിച്ചില്ല കേട്ടോ. ഗൈസ് ഇതാണ് ഷോപ്പ് കേട്ടോ, സമർക്കന്ദ് ഓഷ്.
ഓഷൻ എന്നാണ് എനിക്ക് തോന്നുന്നു ഇതിനൊരു പറയുന്നത് കേട്ടോ. ഈ പുലാവിന് പുലാവ് ഓഷൻ എന്നൊക്കെ പറയായിരിക്കും, കറക്റ്റ് അറിയാൻ വയ്യ ഗൈസ്. എന്തായാലും നമുക്ക് നോക്കാം. നമ്മൾ ഇതിനകത്തോട്ട് കയറുവാണ്. ഇത് അത്യാവശ്യം ഒരു ഹെവി റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. ഹായ് 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 ഹായ്. ഇറ്റ്സ് എ നൈസ് റെസ്റ്റോറൻറ്റ് ഗൈസ്. ഇത് അടിപൊളി റെസ്റ്റോറൻ്റ് ആണ്. അത്യാവശ്യം ആൾക്കാരൊക്കെ ഇവിടെ നിന്ന് കഴിക്കുന്നുണ്ട്. Just confirm it, bro. It's pulao or something because they did not know. Pulao, no? Pulao. Pintama? Pintama. And you? What was the special other one? Pintama? Do you have menu card? Mana menu? Okay. This is the menu? Okay. Let me tell you. Okay. What pulao? Guys, ഒരു വലിയ റെസ്റ്റോറൻറ്റ് വന്ന് കയറിയിരിക്കുകയാണ് കേട്ടോ. I will tell you. 1 minute. Okay. I will tell you. One pulao. Okay. ഗൈസ് പടച്ചോനെ ഇതെങ്ങനെ മനസ്സിലാവും ബ്രോ? ഇറ്റ്സ് ഉസ്ബെക്ക് ലാംഗ്വേജ് ബ്രോ. ഗൈസ് ഒന്നും മനസ്സിലാവുന്നില്ല. അത് ഫുൾ ഉസ്ബെക്ക് ലാംഗ്വേജിലാണ്, ഒരു പിടിയും കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാനും പുലാവ് തന്നെ കഴിക്കാം, അല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ല ബ്രോ. മേക്ക് ഇറ്റ് ടു. അപ്പോൾ 2 എണ്ണം പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ റേറ്റ് എന്താണെന്ന് അറിയില്ല, എന്തായാലും കഴിച്ചിട്ട് നോക്കാം കേട്ടോ. 2 പുലാവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ദിസ് ഈസ് ഉസ്ബെക്ക് ഇംഗ്ലീഷ്. ഇത് ഐ ഡോണ്ട് നോ ഉസ്ബെക്ക്. ഓക്കെ അത് തന്നെ കൊണ്ട് കാണിച്ചു തരാമെന്ന് കേട്ടോ പറഞ്ഞത്. അപ്പോൾ കാണിച്ചു തന്നിട്ട് നമുക്കത് എന്താ സംഭവം നോക്കാം. സംഭവം ഒരു നൈസ് റെസ്റ്റോറൻ്റ് ആണ്. ഞാൻ നിങ്ങൾക്ക് കാണാൻ എൻ്റെ ബാക്കിൽ അത്യാവശ്യം നല്ല ക്രൗഡഡ് ആയിട്ട് ആൾക്കാരൊക്കെ ഉണ്ട്. ഹായ് ഹലോ. ഒരു ഫാമിലിയൊക്കെ ഇരുന്ന് അത് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കണ്ടില്ലേ, അടിപൊളി റെസ്റ്റോറൻറ്റ് കേട്ടോ. പുറത്തുനിന്ന് കാണുമ്പോഴത്തേക്കും ഒരു ഊള സെറ്റപ്പ് കേട്ടോ. പുറത്തുനിന്ന് നോക്കുമ്പോൾ റെസ്റ്റോറൻറ്റിന്, പക്ഷേ അകത്ത് വന്നപ്പോഴത്തേക്കും കിടില റെസ്റ്റോറൻറ്റ്, ഒരു രക്ഷയില്ല. ആൾക്കാരൊക്കെ ചിരിക്കുകയാണ് കഴിച്ചത്, എന്താണെന്നറിയില്ല. അവർ ചിരിക്കട്ടെ, അവർക്ക് ചിരിക്കാമല്ലോ. അപ്പോൾ സാലഡ് ഇപ്പോൾ കൊണ്ടുവരും, ഞാൻ കൊണ്ടുവരുമ്പോൾ കാണിച്ചു തരാം. ഓക്കെ, വിച്ച് വൺ യു വാണ്ട്? ദാറ്റ് ദേ ആർ. Okay, that's enough. Yeah, one. It's enough. Yeah. Chai. Chai. You want chai? No, I don't want. Chai kere mas? No, I don't want. Pulao bol de. Pulao. എന്താണ് അവ പറയുന്നത് ഗൈസ്? അപ്പോൾ അവർ സാലഡ് നമുക്ക് മനസ്സിലാവാത്തതുകൊണ്ട് കൊണ്ട് കാണിച്ചത്. അപ്പോൾ നമ്മളിത് നമ്മുടെ നാട്ടിലെ റൈത്തായില്ലേ ആ സാധനം സെലക്ട് ചെയ്ത്, അവനാ സെലക്ട് ചെയ്തത്. എനിക്കിത് വേണമെന്നൊന്നും ഇല്ല കേട്ടോ, നമുക്ക് ചോറ് മതി. ഈ സാധനം എത്തിയിട്ടുണ്ട് ഗൈസ്, നല്ല ചൂടോടെ. പീയൂഷിനുള്ളതും വന്ന് എനിക്കുള്ളതും വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ലുക്സ് ലൈക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ മാർക്കറ്റിൽ നിന്ന് കഴിച്ച് അതേപോലെയൊക്കെ തന്നെ ഇരിക്കുന്നത് ലുക്സ് ലൈക്ക് നോക്കുമ്പോൾ. പക്ഷേ കുറച്ചും കൂടി എന്താ പറയുക, ബീഫൊക്കെ കുറച്ചുകൂടി ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഇതേ സെയിം അതേപോലത്തെ എന്താ പറയുക ഇവരുടെ എന്തോ ഒരു വെജിറ്റബിൾസ് കേട്ടോ, ക്യാരറ്റും മറ്റെന്തൊക്കെയോ. ഇനി ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് എന്തായാലും നോക്കട്ടെ സംഭവം. അന്ന് നമ്മൾ അവിടെ നിന്ന് കഴിച്ചപ്പം അരി കടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, നല്ലപോലെ വെന്തിട്ടില്ലായിരുന്നു. ഇതെങ്ങനെയാണെന്ന് നോക്കട്ടെ. ബിസ്മില്ല. I am only eating pulao, not beef and all. You not eating beef? No, you take this. So much bro. പുള്ളി ബീഫ് കഴിക്കുന്നില്ല, ചോറ് മാത്രമേ കഴിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും റൈസ് അത്ര കുക്കായിട്ട് തോന്നുന്നില്ല. അപ്പോൾ നമ്മൾ ബിരിയാണി കഴിക്കുമ്പോൾ നല്ല വെന്ത റൈസ് അല്ലേ കേസ്, പക്ഷെ ഇതങ്ങനെ തോന്നുന്നില്ല, അത്ര വേവില്ല. ഇനി ഇതിങ്ങനെ ആണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. $30,000 is good for this. Yeah, it's 30,000? Only 30? I don't know. 30 is very less bro. I eat from Chorsu Bazaar. They take 40. It's a local restaurant. I think this is 30 or 40 or something. It's coming. 40. It's 40 I think. It's okay. 40 also is okay. Beef അടിപൊളി കേട്ടോ. This beef was perfectly cooked and very nice. But അന്ന് നമ്മൾ അവിടുന്ന് കഴിച്ചത് ബീഫ് ഒരു സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു, മറ്റേ എന്താ പറയുക ആ ഒരു ബീഫിൻ്റെ ഒരു മണം ഉണ്ടല്ലോ. പക്ഷേ ഇതിൽ അങ്ങനെയൊന്നുമില്ല, നല്ല സൂപ്പറായിട്ട് കുക്കായ അടിപൊളി ബീഫ് കേട്ടോ. റൈസ് എനിക്കൊന്നും ഇങ്ങനെ തന്നെ ആയിരിക്കാം ഇതിൻ്റെ കേട്ടോ, അതാണ് എനിക്കും തോന്നുന്നത്. നമ്മൾ റൈത്തയും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട്.
ബട്ട് ദിസ് പ്ലാവ് ഇസ് ഗുഡ് ബ്രോ, ദിസ് ഈസ് ഗുഡ്. ഇത് അടിപൊളി കേട്ടോ. അന്ന് മാർക്കറ്റിൽ നിന്ന് കഴിച്ചതിനേക്കാളും Indian food. അന്ന് മാർക്കറ്റിൽ നിന്ന് കഴിച്ചതിനേക്കാളും ബെസ്റ്റ് സാധനം. പുള്ളി ബീഫ് കഴിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അതോടെ കിട്ടുമായിരിക്കും എനിക്ക് കേട്ടോ. നോക്കാം ഇനി ഇഷ്ടപ്പെട്ട് കഴിക്കുന്നോ എന്തോ. ഇത് നിങ്ങൾക്ക് കാണാം, ഇതിൽ ഭയങ്കരമായ എണ്ണയില്ല, ഒരുപാട് എണ്ണയോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ അതുപോലെ തന്നെ ഈ വെജിറ്റബിൾസൊക്കെ സൂപ്പർ ഫ്രഷാണ് കേട്ടോ, നല്ല ഫ്രഷാണ്, നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ അന്ന് ഞാൻ കഴിച്ച സാധനത്തിൻ്റെ പ്രശ്നമായിരുന്നു കേട്ടോ. അത് എനിക്ക് ശരിക്കും ഇത് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. ഇവിടുത്തെ എല്ലാവരും ഇതിന് നല്ല അഭിപ്രായം പറയുമ്പോൾ എനിക്ക് ഒരു ഇഷ്ടമേ ഇല്ലായിരുന്നു ഇതിനെ കേട്ടോ. പക്ഷേ ഇന്ന് ഇത് കഴിച്ചപ്പോൾ ബീഫ് ബെസ്റ്റ്, റൈസ് ആ വേവ് അങ്ങനെ കിട്ടൂ, അല്ല നല്ല വെന്ത് കിട്ടൂല നമ്മൾ ഇതുപോലെ. ബട്ട് ഈ വെജിറ്റബിൾസും എല്ലാം ബെസ്റ്റ്, എല്ലാം ഞാൻ കഴിക്കുന്നുണ്ട്. അന്ന് ഞാൻ വെജിറ്റബിൾസൊന്നും തൊട്ടില്ല. നിങ്ങൾ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഗൈസ്, ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു എപ്പിസോഡിൻ്റെ 3ാമത്തെ ദിവസമാണ് കേട്ടോ. ഈ എപ്പിസോഡ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് 3 ദിവസം കൊണ്ടാണ്. കാരണം ഞാൻ പറഞ്ഞില്ല, നമ്മൾ തഷ്കന്തിലാണുള്ളത്. സോ തഷ്കന്തിലുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇവിടെ റെസ്റ്റ് എടുക്കുവാണ്. നമ്മൾ ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കണ്ടിന്യൂസ് ട്രാവലിംഗ് വീണ്ടും തുടങ്ങുവാണ്. സോ അതുകൊണ്ട് ഒരു 3-4 ദിവസം റെസ്റ്റ് എടുത്തു. കുറേ സാധനം മേടിക്കാനുണ്ടായിരുന്നു, എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് വേറൊരു ഹോസ്റ്റലിലാണ്. ഇന്ന് രാവിലെ ഈ 3ാമത്തെ ദിവസം എത്തിയതേ ഉള്ളൂ വേറൊരു ഹോസ്റ്റലിൽ. അതിൻ്റെ കാഴ്ചകളൊക്കെ ഞാൻ പിന്നെ കാണിച്ചു തരാം. അപ്പോൾ ഞാനിന്ന് പറഞ്ഞായിരുന്നു, നമ്മളിതേ നമ്മുടെ പീയൂഷ് ഭായ് നമ്മളോടുണ്ട്. ഇപ്പോൾ ഇന്നലെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, പീയൂഷ് ഭായുമായിട്ടാണ് നമുക്ക് പുതിയൊരു ആളെ കിട്ടി 2 ദിവസത്തേക്ക്. അപ്പോൾ പുള്ളിയാണ് My channel name is Nomad Piyush. Go and subscribe. നൊമാഡ് പീയൂഷ് എന്നാണ് പുള്ളിയുടെ ചാനലിൻ്റെ പേര്. അപ്പോൾ എല്ലാവരും നോക്കിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. പുള്ളി അത്യാവശ്യം ഫോളോവേഴ്സും റീച്ചൊക്കെ ഉള്ള ആളാണ്, നമ്മളെക്കാളും ഒക്കെ. പുള്ളിക്ക് മനസ്സിലായി കേട്ടോ. അപ്പോൾ പുള്ളി ഈ ഹോസ്റ്റലിലാണ്. My public will follow you. ഡെഫിനറ്റ്ലി ഗൈസ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഹോസ്റ്റലിൽ പുള്ളിക്കാരെ എന്നാൽ എൻ്റെ കൂടെ അവിടെ താമസിച്ചിരുന്നതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട ആ ഹോസ്റ്റലിൽ. അപ്പോൾ പുള്ളി ഈ ഒരു ഹോസ്റ്റലിൽ വന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ നീ ഇങ്ങോട്ട് വാ ഇന്ന് രാവിലെ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വന്നതാണ്. ഇതൊരു അടിപൊളി ഹോസ്റ്റലും കാര്യങ്ങളൊക്കെയാണ്. ഹോസ്റ്റലിൻ്റെ കാഴ്ചകളൊക്കെ ഞാൻ അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാട്ട് വാസ് ദ പ്ലാൻ ടുഡേ പീയൂഷ് ഭായ്? We are going to the mall and zoo. We are covering zoo. Mall and zoo. Okay. We are covering 2 places here right now. What is the name of the mall? Mega Planet. മെഗാ പ്ലാനറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ തഷ്കന്തിലെ ഫേമസ് മോളാണ്. അപ്പോൾ അതിനകത്ത് കുറച്ച് ഫുഡ് കോർട്ട്, അവിടുത്തെ കാഴ്ചകൾ, പിന്നെ അവിടുത്തെ ഗെയിംസ് കാര്യങ്ങൾ, പുള്ളിക്ക് അതിനോടൊക്കെ താല്പര്യമുള്ള ആളാണ്. അപ്പോൾ പുള്ളി പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് പോകാം, നമുക്ക് അവിടെ പോയി ഇന്നത്തെ ഒരു ദിവസം കൂടെ ഉള്ളൂ ഞങ്ങൾ ഒരുമിച്ച്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ പിന്നെ നാളെ ഞാൻ എൻ്റെ വഴിക്ക് മറ്റ് കിടിലെ എപ്പിസോഡൊക്കെ വേണ്ടിയിട്ട് നമ്മൾ വില്ലേജുകളിലും മൗണ്ടൻസിലോട്ടൊക്കെ പോവുകയാണ്. സോ ഇന്നൊരു ദിവസം കൂടി ഞങ്ങൾ ഒരുമിച്ചുള്ളൂ. അപ്പോൾ നമ്മളൊന്ന് എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് മോളിലോട്ടും അതേപോലെ സൂയിലോട്ടൊക്കെ പോവുകയാണ്. അപ്പോൾ ആ കാഴ്ചകളാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. നമ്മൾ ഓൾറെഡി യാൻഡെക്സ് ബുക്ക് ചെയ്ത് വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ, യാൻഡെക്സ് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഹോസ്റ്റലിൻ്റെ കാഴ്ച ഞാൻ അടുത്ത എപ്പിസോഡിൽ കാണിച്ചു തരാം കേട്ടോ. ഞാൻ അടുത്ത എപ്പിസോഡിൽ നാളെ ഇവിടുന്ന് ഇറങ്ങുമ്പോഴത്തേക്കും അതൊരു കിടിൽ എപ്പിസോഡാണ്. അടുത്ത എപ്പിസോഡിൽ ഞാൻ കാണിച്ചു തരാം. റഹ്മത്ത് താങ്ക് യു. ഓക്കെ, ഷുവർ ഓക്കെ, താങ്ക് യു. 5 സ്റ്റാർ റേറ്റിംഗ് ഇടണമെന്ന് പറഞ്ഞു കേട്ടോ. നല്ല മനുഷ്യനായിരുന്നു, 5 സ്റ്റാർ ഇടുന്നോട് കുഴപ്പമൊന്നുമില്ല. സോ നമ്മളെത്തി ഗൈസേ, നമ്മൾ രണ്ടുപേരും എത്തിയത് ഈ കാണുന്നതാണ് കേട്ടോ മെഗാ പ്ലാനറ്റ്. ഒരു വലിയൊരു മാളാണ്. ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇവിടെ അടുത്ത് തന്നെ ഒരു ബസ് സ്റ്റോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ലൊക്കേഷനൊക്കെ ഞാൻ ഓൾറെഡി ഇത് കൊടുത്തിട്ടുണ്ട്. എൻ്റെ പൊന്നെ, നാട്ടിലാണെങ്കിലും ശരി ഇവിടെ ആണെങ്കിലും ശരി ഹോണടിക്കൊരു പഞ്ഞമില്ല കേട്ടോ. നല്ല ഹോണടിയാണ് ഇവിടെ ആൾക്കാർ കേട്ടോ. അപ്പോൾ ഞങ്ങളൊന്നും കഴിച്ചില്ല. അപ്പോൾ പുള്ളിക്കാരൻ എന്തോ കഴിക്കണമെന്ന് പറയുന്നു. സോ നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് അങ്ങോട്ട് നീങ്ങാമെന്ന് വിചാരിക്കുകയാണ്. ഇതൊരു ബസ് സ്റ്റോപ്പാണ് കേട്ടോ. കൊള്ളാം, നൈസൊരു സ്ഥലമാണ്. ഇതൊരു പക്ക സിറ്റിയാണ്. ഇവിടുത്തെ എനിക്കൊന്ന് തഷ്കന്തിലെ മെയിൻ സിറ്റിയാണ്. ഇതാണ് ഈ സിറ്റി സെൻറ്റർ ഏരിയ എന്നൊക്കെ പറയുന്നത് ഇതാണെന്നാണ് തോന്നുന്നത്. സംഭവം എന്തായാലും നൈസായിട്ടുണ്ട്. അതെ, പീയൂഷ് ഭായ് ഇതേ ഫോണൊക്കെ നോക്കി വന്നുകൊണ്ടിരിക്കുകയാണ്. യു come with me, you just check it. If you okay then we can eat that. ഞാൻ അവിടെ ഗ്രിൽ ചിക്കൻ കണ്ടായിരുന്നു കേട്ടോ, ഗ്രിൽ ചിക്കൻ. അപ്പോൾ ഇവൻ കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രിൽ ചിക്കൻ കഴിക്കാന്നുള്ള പ്ലാനാണ് കേട്ടോ. കാരണം നമ്മൾ ഇന്ന് ഇവിടുന്ന് വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഫുഡ് എന്ന് പറയുന്നത് ബന്നും അതേപോലെ ഇവരുടെ തന്നെ മറ്റുള്ള സാധനങ്ങളും ബ്രെഡൊക്കെ ആയിരിക്കും. സോ അതുകൊണ്ടാണ് ഞാൻ മാക്സിമം എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞാൻ ഇവിടുന്ന് കഴിച്ച് മാക്സിമം നിങ്ങളെയും കാണിക്കുന്നുണ്ട് കേട്ടോ, ആഹാരത്തിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് ഇവിടെ ഗ്രിൽ ചിക്കൻ കണ്ടു കേട്ടോ, കിടന്ന് കറങ്ങുന്നത്. അപ്പോൾ നമ്മൾ വല്ലാണ്ട് മിസ് ചെയ്യുന്നൊരു സാധനമാണല്ലോ ഗ്രിൽ ചിക്കൻ എന്നൊക്കെ പറഞ്ഞാൽ. ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് മയണൈസൊക്കെ ആയിട്ട് വായിന്നൊക്കെ വെള്ളം വരുന്നപ്പോഴേ. നമുക്ക് എന്തായാലും നോക്കാം കേട്ടോ. യു വാണ്ട് ദെൻ വി ക്യാൻ ഈറ്റ്, അതർവൈസ് സംസ ഓൾസോ ദേർ വി ക്യാൻ ഈറ്റ്. അത്യാവശ്യം നല്ല ഇത്രയും നല്ലൊരു സിറ്റി നമ്മളിപ്പോഴാണ് കേട്ടോ കാണുന്നത്. ഇത്രയും തിരക്കുള്ളൊരു സിറ്റി. ഇതേ അത്യാവശ്യം നല്ല ഒരു തിരക്കുള്ളൊരു സിറ്റിയാണ്. ഇതേ ഇവിടെ ഞാൻ നോക്കിയപ്പോൾ അദ്ദേഹം കാണിച്ചു തരാം കൈസ്. ഗ്രിൽ ചിക്കൻ നിറഞ്ഞു കിടന്ന് കറങ്ങുന്ന കൈസ്. എനിക്കാണെങ്കിൽ കണ്ടിട്ട് ഇതാണ്. ദുബായിൽ നിന്നല്ലേ കൈസ് വന്നതേ. നമ്മൾ ദുബായിൽ നിന്നാണ് യാത്ര സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ദുബായിൽ നമ്മൾ സ്ഥിരം ഗ്രിൽ ചിക്കനും അൽഫാമും ഒക്കെ കഴിക്കും, വല്ലപ്പോഴെങ്കിലും കഴിക്കും, ആഴ്ച 2 ദിവസമൊക്കെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നത്.
സാധനം കിടന്ന് കറങ്ങുന്നുണ്ടോ? ഇവിടെ വന്നിട്ട് ഞാൻ ഇപ്പോഴാണ് ഈ ഗ്രിൽ ചിക്കൻ കാണുന്നത് കേട്ടോ. Chicken, Yeah. chicken is It's okay? Yeah. ഓക്കെ, ചിക്കൻ പുള്ളി കഴിക്കും കേട്ടോ, അപ്പോൾ ഓക്കെയാണ്. ദെൻ കം ഓക്കെ എൻ്റെ ഇൻസൈഡ്. ഇവിടെ എങ്ങനെ സംഭവം അറിയത്തില്ല കേട്ടോ, ടേസ്റ്റി ആണോ എന്നൊന്നും അറിയില്ല. ബ്രോ, ഹൗ മച്ച് ഫോർ ഫുൾ ചിക്കൻ? എത്ര രൂപയാണെന്ന് ചോദിക്കാം കേട്ടോ. ഇത് കൊള്ളാം കേട്ടോ, നൈസൊരു പ്ലേസ് കേട്ടോ, നല്ല രസമുണ്ട്. ലവാഷ് ബർഗർ. ലവാഷ് എന്ന് പറഞ്ഞാൽ നമ്മളെ റൊട്ടിയിൽ ഷവർമയില്ലേ, അതിനാണ് ലവാഷ് എന്ന് പറയുന്നത് കേട്ടോ. എത്രയാണെന്തോ? How much? 48,000 full. One full. Okay, okay. 48,000 one full. Okay, right? It's okay. 48,000. Yesterday we have loaf. How much it was costing for 2 people? 2 lakh rupees. 2 lakh? No. In the afternoon. 1 lakh. 1,04,000. 40,000. 1,04,000. So this is worth. I think. Okay. It's. എവിടെ ഇരുന്ന് കഴിക്കും? There is. Okay. നമ്മൾ എവിടെ ഇരുന്ന് കഴിക്കുമെന്ന് കേട്ടോ ചോദിച്ചത്. ഗൈസ്, ഇവിടെ ഒരു പീഷ് ബൈ കം ഹിയർ. യു നോ വാട്ട് ഈസ് ദിസ്? എനർജി ഡ്രിങ്ക്, ബട്ട് ഇറ്റ് ഈസ് ഷോയിങ് 18+. അതെന്താണ് ഗൈസ്? നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടില്ലേ 18+ എനർജി ഡ്രിങ്ക്? ഇതേ സാധനം നോക്കിയേ. 18+. എനിക്കൊന്ന് ഉദ്ദേശിക്കുന്നത് തോന്നുന്നത് 18 വയസ്സിന് മുകളിലുള്ള ആൾക്കാർ എനർജി ഡ്രിങ്ക് കുടിക്കാവൂ എന്നുള്ള ഉണ്ടായിരിക്കാം കേട്ടോ, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. സോ അപ്പോൾ നമ്മളിത് അകത്ത് കയറി കഴിക്കാൻ പോവാണ് ഗൈസ്. ഇവിടെ വന്നിട്ട് ഫസ്റ്റ് ടൈമാണ് ഗ്രില്ല് കഴിക്കാൻ പോകുന്നത്. എന്താ ടേസ്റ്റി ആണോ ഒന്നും അറിയത്തില്ല, എന്താണെങ്കിലും നമുക്ക് നോക്കാം കേട്ടോ. അതെ, ചെറിയൊരു സ്പേസാണ് കേട്ടോ. ചെറിയൊരു സ്പേസാണ് ഇവിടെ ഡൈനിങ്ങിനായിട്ടുള്ളത് ഗൈസ്. അങ്ങനെ അതെ നമ്മൾ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം സാധനം എത്തിയിരിക്കുകയാണ്. അതേ ഫുൾ ചിക്കനാണ്. ഇതിൻ്റെ കൂടെ നമ്മളെ നാട്ടിലാണെങ്കിൽ കുബൂസ് കിട്ടും. അതെ ഇവിടെ ബ്രെഡാണ് കേട്ടോ. അതെ ഇവരുടെ നാനുണ്ടല്ലോ, ഈ സാധനം കിട്ടുന്നത്. പീഷ് ബോയ് ഇതേ ഇവിടെ ആരും കഴിച്ചു തുടങ്ങി. ലെഗ് പീസ് എടുത്ത് മാക്ക അടിച്ചുകൊണ്ടിരിക്കുകയാണ് പുള്ളി. ലെഗ് പീസ്. സോ അതാ നമ്മളൊരു ലെഗ് പീസ് എടുക്കുക. ഇതിനകത്ത് അവർ ഓയിൽ ഒഴിച്ചു കേട്ടോ. അവരിങ്ങനെ ഓയിലല്ല, ഇത് വെന്ത് വരുമ്പോൾ ഉരുകി വരുന്ന സാധനമില്ല, അത് മാത്രമേ ഇതിലോട്ട് ഒഴിക്കത്തുള്ളൂ, അല്ലാതെ വേറെ ഗ്രേവിയോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഈ ഒരു സോസാണ് തരുന്നത് കേട്ടോ. ഇതാണ് ലെഗ് പീസ്. നമ്മൾ ലെഗ് പീസ് ഇൻഷാ അല്ലാ ഐശ്വര്യമായിട്ട് തുടങ്ങുവാണ് ഗൈസ്. അടിപൊളി സാധനം കേട്ടോ. സോൾട്ട് ഓൾസോ. ചിക്കൻ്റെ നല്ല ഫ്ലേവറും എന്താ പറയുക, ചിക്കന് മസാലയൊന്നുമില്ല, ഉപ്പിൻ്റെ ഒരു ടേസ്റ്റ്, ഉപ്പുണ്ട്, പിന്നെ വേറെ ഒന്നും ഇല്ല, പക്ഷെ നല്ല ടേസ്റ്റ് കേട്ടോ. ഇത് നല്ല ഹാർഡാണ് കേട്ടോ. ടേക്ക് ഇറ്റ് ഓൺ, ഇറ്റ്സ് വെരി ഹാർഡ്. നല്ല ഹാർഡാണ്, ഭയങ്കര പാടാണ് കേട്ടോ. നല്ല പാടാണ് കേട്ടോ. भाई आरी मिलेगी आरी ब्रो, ये क्या है ये पूरा? നല്ല ഓയിലുണ്ട് കേട്ടോ. ഒരു आरी मिलेगी इसके लिए आरी. സംഭവം നൈസാണ്, ടേസ്റ്റ് ഓക്കെയാണ്, ബെസ്റ്റ് സാധനം ബെസ്റ്റാണ്. പക്ഷേ ഇവിടെ ഓയിൽ ഭയങ്കര കേട്ടോ. ചിക്കൻ്റെ ഓയിൽ മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഐ തിങ്ക് ദേ വിൽ പുട്ട് സം എക്സ്ട്രാ ഓയിൽ ഓൾസോ, റൈറ്റ്? ബിക്കോസ് ഇറ്റ്സ് ടു ഓയിലി. ഇറ്റ്സ് നോട്ട് ഓൺലി ചിക്കൻ ഓയിൽ, ഐ തിങ്ക് സോ. അങ്ങനെയാണ് തോന്നുന്നത് കേട്ടോ. സംഭവം എന്താണെങ്കിലും നല്ല ടേസ്റ്റാണ് ഈ സൂപ്പർ സാധനം. അങ്ങനെ ഉസ്ബെക്കിസ്ഥാനിൽ വന്നിട്ട് നമുക്ക് ഗ്രിൽ ചിക്കൻ കഴിക്കാൻ പറ്റി. ഇവിടെ എൻ്റെ കൂടെ മയണൈസോ മറ്റു സാധനമൊന്നുമില്ല. അടിപൊളി സാധനം, ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ മയണൈസോ കാര്യങ്ങളോ ഒന്നും ഇവിടെ കിട്ടത്തില്ല. എൻ്റെ കൂടെ ചോദിച്ചിട്ട് അവർക്ക് മനസ്സിലാവുന്നില്ല, എനിക്ക് കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല. നമുക്ക് ഇതേപോലെ ഒരു ചില്ലി സോസാണ് തരുന്നത്, ചില്ലിയും തക്കാളിയും. ദിസ് ഈസ് ചീപ്പ്, ഐ തിങ്ക് സോ. 48,000 റൈറ്റ്? ഇറ്റ് ഈസ് ചീപ്പ്. ഇത് പീയൂഷ് ഭായ് ഇങ്ങനെ പിച്ചെടുത്ത് കഴിക്കണം കേട്ടോ. അപ്പോൾ ഞാനും കഴിക്കട്ടെ, നമുക്ക് കഴിച്ചിട്ട് കാണാം. നമുക്ക് കഴിച്ചിട്ട് മാളിൽ കുറച്ച് കിടിലം കാഴ്ചകൾ കാണാനുണ്ട് കേട്ടോ. നമുക്ക് കഴിച്ചിട്ട് കാണാം ഗൈസ്. നമ്മൾ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞത് ഈ കാണുന്നുണ്ടോ, അത് ഇതാണ് ഈ ഒരു ഞാൻ പറഞ്ഞ ഈ മെഗാ മാളോ മെഗാ മാൾ, അത് തന്നെ കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ട് സൈഡ്. നല്ല ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ കാണാൻ. അത്യാവശ്യം ഫ്രണ്ടിലൊക്കെ നൈസ് ഇങ്ങനെ ഒരു ഏരിയ ഒക്കെ ഉണ്ട്, ആൾക്കാർക്കൊക്കെ നിന്ന് തിരിയാനും ആൾക്കാർക്കൊക്കെ ഒന്ന് സംസാരിക്കാനും എടുക്കാനും ഒക്കെ നല്ലൊരു പ്ലേസാണ്. ഫ്രണ്ടിൽ തന്നെ ബസ് സ്റ്റോപ്പ് കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് അകത്തേക്ക് കയറാം. ഇവിടെ എന്ന് പറഞ്ഞാൽ കുറച്ച് ഗെയിംസ് ആക്ടിവിറ്റീസ് പിന്നെ അതുപോലെ അങ്ങനെയുള്ള മാൾസ് ഇവിടെ വളരെ കുറവാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളതിലൊരു മാളാണിത്. തിയേറ്റർ അതേപോലെ ഗെയിംസ് കാര്യങ്ങളൊക്കെ ഉള്ളൊരു മോളാണ്. എൻ്റെ ബാക്കി കാണുന്ന ഈ മോൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കയറി നോക്കാം. ഇവിടുത്തെ എന്താ പറയുക, തഷ്കന്തിലെ മോൾസിലൊക്കെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ, ഇവിടുത്തെ എങ്ങനെയാണ് ഇവിടുത്തെ ആൾക്കാരുടെ രീതി, ഇവിടുത്തെ രസം, അങ്ങനെ ഒരു വൈബ് ഉണ്ടോ, നമുക്കൊന്ന് അകത്ത് കയറി നോക്കാം എന്തായാലും കേട്ടോ.
ഇവിടെ കയറുമ്പോൾ തന്നെ ഒരു സംഭവം വെച്ചേക്കുന്നത് കേട്ടോ. എന്ത് സംഭവം? ചോക്ലേറ്റ് ആണോ ഉദ്ദേശിക്കുന്നത്? എന്തോ ഒരു ചോക്ലേറ്റിൻ്റെ പരസ്യം അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു കേട്ടോ. കണ്ടിട്ട് എന്തോ ഒരു മിഠായിയാണ്, കണ്ടില്ല? ഒരു മിഠായിയുടെ ഷേപ്പിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. പീയൂഷ് ഭായ് ആദ്യമേ അങ്ങോട്ട് പോയേക്കാണ് കേട്ടോ, ഗെയിംസിൻ്റെ അടുത്തോട്ട് ഫസ്റ്റിലേ പോയേക്കാണ്. പുള്ളി പറഞ്ഞേക്കുന്ന പുള്ളി ഗെയിം കളിച്ച് എന്നെ തോപ്പിക്കുമെന്നൊക്കെയാണ് കേട്ടോ. എനിക്കാണെങ്കിൽ ഗെയിം കളിക്കാനെന്ന് പറഞ്ഞു ഇവിടെ നമ്മൾ മറ്റേ ബോളർ ചെയ്യുന്ന സാധനമില്ല, അത് നമ്മൾ ചെയ്തിട്ടില്ല. അപ്പോൾ പുള്ളി ഇതേ അത് കളിക്കാനായിട്ട് നോക്കുവാണ്. പൈസ കൂടുതലാണെങ്കിൽ ഞാൻ കളിക്കൂല, പുള്ളി ഒറ്റയ്ക്ക് കളിക്കത്തേ ഉള്ളൂ. One game. And one for 1 hour, how much? 1 hour, 100 Can you calculate in Uzbekistan song? 2 people 1,04,000. Yes. 5 people 1,10,000. Yes. What is the difference? 5 people 1,10,000. Socks. 1 hour. 1 hour. Вот, это 100 тысяч. Okay. И плюс, да, и Kimin Piper socks. Language barrier, bro. ലാംഗ്വേജ് ബാരിയർ, യെസ്. ഒന്നും മനസ്സിലാവുന്നല്ലോ പറയുന്നത് കേട്ടോ. ലാംഗ്വേജിന്റെ ഇഷ്യൂ ആണ്. Okay. We do one thing. We can calculate in sum. How much we want to give? For 2 people, Mana, вот, 2 people. Общий. For 1 hour. Yes. 1 hour. Okay. 1 hour 1,04,000. 1,04,000. I think മൂഞ്ചിക്ക് I'm വേണം. from India. അറിയില്ല എന്താ സംഭവം കേട്ടോ. 5 പേർക്ക് 1,10,000, 2 പേർക്ക് 1,04,000. അതാണ് എനിക്ക് മനസ്സിലാകാത്ത എന്താ സംഭവം എന്നുള്ളത്. Okay. Single game. If you are playing single person, then 40,000. 40,000. But what the difference then? Then 2 person 80,000. I will pay single, you will pay single. But it's for single game, na? Only single game. Yeah. If we pay 1,04,000, we can One buy hour. One hour. all the Allah games. Allah Okay, biraz okay. oynamak için bitti. Okey. Yarım saat olsun. So, I guess 1 hour is good because Okay, ask me Chegirma. Çekilme скидка, ладно. He wants Chegirma. Çekilme, ладно. Чегирма. 1 hour, Two. скидка тебе сделаю, вот, скидка. Chegirma discount ആട്ടോ. അത് മാത്രം ഞാൻ പഠിച്ചു. 94,000. Chegirma bro, discount. Chegirma എന്ന് പറഞ്ഞ ഡിസ്കൗണ്ട് ആണ് കേട്ടോ. അത് മാത്രം ഞാൻ പഠിച്ചു വെച്ചേക്കുക. അത് എന്താ എവിടെ പോയാലും ഞാൻ Chegirma എന്ന് പറഞ്ഞിരിക്കുന്നത്. Sale for you. This cost sale for you. Okay, for me, Chalo, 4 okay. hours. Chalo, yeah. അപ്പോൾ we നമുക്ക് can 40-40. Okay, fine. 94,000 രണ്ടുപേർക്ക് കേട്ടോ. ഞാൻ പിന്നെ ഇവന്റെ നിർബന്ധപ്രകാരം കളിക്കുന്നത്. എനിക്ക് താല്പര്യമൊന്നുമില്ല. പിന്നെ അവൻ പറഞ്ഞൊന്ന് ഒരുമിച്ചല്ലേ പോകാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞു. Your name. Okay. And In please. English, no, I don't. English. ഓക്കെ, എന്തായാലും കൊള്ളാം. ചെഗിർമ കൊണ്ടൊരു ഉപകാരം ഉണ്ടായി. 10,000 രൂപ കുറഞ്ഞ് കിട്ടി കേട്ടോ. 94,000 കിട്ടിയത്. ഇവിടെ എന്തൊക്കെ ഗെയിം ഉണ്ടെന്ന് അറിയുമ്പോൾ എന്നാലും എല്ലാ ഗെയിമും കളിക്കാൻ കേട്ടോ പറഞ്ഞത്. 1 മണിക്കൂറൊക്കെ എല്ലാ ഗെയിമും കളിക്കാം. ഞാൻ മറ്റേ പിള്ളേരെ കളിക്കുന്ന വീഡിയോ ഗെയിം പോലുള്ള സാധനങ്ങൾ എന്തെങ്കിലും കളിക്കാന്നുള്ള പ്ലാനാണ്. ഇവനാണ് എന്നെ മറ്റേ ഇതൊക്കെ അറിയിപ്പിക്കുന്നത് കേട്ടോ. P-I-Y-U-S-H. Piyush Sehgal. Okay, they did not understand bro. ഇങ്ങനെ കൂട്ടക്ഷരമൊക്കെ എഴുതിയവർക്ക് മനസ്സിലാവും. Your name. No, I understand. I am telling, if you write like this, they didn't understand the name easily. അപ്പം I write very easily they can understand. Sajjad. So we put our bags here, right? Туда. Stol, да, yes. ഓക്കെ, ഞാൻ ഇച്ചിരി വളവളാന്നാട്ടോ എഴുതി കൊടുത്തത്. കാരണം അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് എഴുതിയത്. കൂട്ടക്ഷരം എഴുതി അവർക്ക് പിടിയിട്ടത്തില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ എഴുതി കൊടുത്തിട്ടുണ്ട്. I know only one word in Uzbek, Chegirma. Yeah. So everywhere I go I'm telling like that, Chegirma, please Chegirma. എന്തായാലും അതുകൊണ്ട് 10,000 കുറച്ച് കിട്ടിയോ. നമുക്ക് ഇവർ ഇതേപോലുള്ള ഷൂസ് പ്രൊവൈഡ് ചെയ്യും കണ്ടോ. അപ്പോൾ നമ്മുടെ ഷൂസ് മാറ്റിയിട്ട് ഈ ഷൂസ് എടുത്തിട്ടാണ് അകത്തോട്ട് കയറാം. അവർ സോക്സും തരും. ഞാൻ സോക്സ് മാറ്റി സോക്സ് എന്തായാലും ഇതാണ് ഷൂസ് കേട്ടോ. ഇതുപോലെ 2 ഷൂസ് വരും. അപ്പോൾ ഈ ഷൂസ് എടുത്തിടുക, നേരെ കയറുക. നമ്മളുടെ ഷൂസ് നമ്മൾ ഇതിലേക്ക് വെക്കുക കേട്ടോ. ഇതിലോട്ട് വെക്കുക, അവരെ മാറ്റി വെക്കുക കേട്ടോ. Это напиши, ты напиши. Можешь написать, да. Вот что написано. മീ സജ്ജാദ്. No, one. Piyush, P-I-Y-U-S-H, Piyush. Piyush. Yes. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ മര്യാദയ്ക്ക് എഴുതി കൊടുത്തോണ്ട് അവർക്ക് മനസ്സിലായി. ഇവനാണെങ്കിൽ കൂട്ടക്ഷരം എഴുതുകൊണ്ട് അവർക്ക് മനസ്സിലായില്ല. I told you, I write normally, then they can understand. Otherwise they didn't understand. Так, вот что. Hi bro. ഇവിടെ അത്യാവശ്യം ഇരുട്ടാണ്. കാണാൻ പറ്റുന്നോന്ന് അറിയില്ല.
ഓ ഇത് മറ്റേ എനിക്ക് ഈ ഒരൊറ്റ ഗെയിമേ ഉള്ളൂ കേട്ടോ. അയ്യോ ഞാൻ വിചാരിച്ചു മറ്റേ വീഡിയോ ഗെയിമൊക്കെ ഉണ്ടെന്ന് കേസ്. അതില്ല, ഈ ഒരൊറ്റ ഗെയിമേ ഉള്ളൂ. അതേ ബോൾ എറിയുന്ന സാധനം മാത്രമേ ഉള്ളൂ. പക്ഷേ എനിക്കാണെങ്കിൽ കളിക്കാനും അറിയത്തില്ല. ആ ഓക്കെ. യെസ് ബ്രോ. All play. ആ One. Girl. വൺ Girl. Yes. Two. I try. ഓക്കെ. Sir. That. Yes. എന്താണോ എന്തോ പറയുന്നൊന്നും മനസ്സിലാവുന്നില്ല. ഓക്കെ 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 ഓക്കെ. യുനോ എനിക്കറിയില്ല, അവന് കളിക്കറിയാന്ന് പറയുന്നല്ലോ. ഇവൻ ഭയങ്കര കളിക്കാരാണ്. ഓരോ പോലും ഇട്ടില്ല. നോക്കി സൈഡിൽ കൂടെ പോയി. Why man? You said you are a pro player, then you didn't touch one. Wait. Okay, okay. അടുത്ത കളിയുണ്ടോ? എന്നാലും നോക്കാം. Only two. I don't know bro. Now your turn. Okay, okay. Yeah. Now it's my turn, right? Here? Yeah. No, bro. One. Okay. One. Okay. One. Yeah. Two. Yes. I try. Like this. Okay. ഇങ്ങനെയാണ് കേട്ടോ. ഇതിന്റെ രണ്ട് ഹോളിനകത്ത് കൈ ഇട്ടിട്ട് ആക്ച്വലി ഐ ഡോണ്ട് നോ ബ്രോ. Linear. Beautiful, bro. ഏഴെണ്ണം ഇട്ട് ഏഴെണ്ണം എട്ടെണ്ണം ഇട്ട് കേട്ടോ. Let's see who will win. Okay, take it one. It's my turn, right? Now make mine. ഓ സംഭവം രണ്ട് സെറ്റ് കിട്ടും ഒരാൾക്ക്. രണ്ടെണ്ണം കൊണ്ട് ഫുൾ എറിഞ്ഞിട്ടാൽ മതി കേട്ടോ. ഓ സംഭവം അങ്ങനെ ആയിരുന്നു കേട്ടോ. നമുക്കറിയത്തില്ല കേസ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് കളിക്കുന്നത്, അതുകൊണ്ട് അറിയില്ലായിരുന്നു. എന്തായാലും സംഭവം കൊള്ളാം. ഇപ്പം കളിക്കാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഒരെണ്ണം പോലും ഇട്ടില്ല. അല്ല, രണ്ടെണ്ണം കൊണ്ട് എറിഞ്ഞിട്ട് കേട്ടോ. ഗൈസ് ഫ്രണ്ടിൽ നിൽക്കുന്ന നമ്മളാണ്. നോക്കിയ സജാദ് 38, 38. പീഷ് ബൈ 32. Now I'm playing. Oh, now you are playing. Okay. Now I will level the score. 25-38 അങ്ങനെയാണ് ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ. നമുക്ക് നോക്കാൻ കഴിയും. ഞാൻ ആദ്യമായിട്ട് കളിക്കാൻ കേട്ടോ, ജീവിതത്തിൽ ആദ്യമായിട്ട്. ഇതൊക്കെ ഒരു രസമില്ലേ കഴിച്ച്. നമ്മൾ ട്രാവലിങ്ങിൽ ഇതൊക്കെ വളരെ റെയറായിട്ട് കിട്ടുന്നൊരു മൊമെൻ്റ് ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ നിങ്ങളെ കാണിക്കുന്നത്. കാരണം വേറൊരു രാജ്യത്ത് വന്ന് ഇതുപോലെ കളിക്കുമ്പോഴേ 89 103. Just because of Sajjad. अभी बता दे, just because of हाँ. 2 games he will played mine. No, because of that. In before also I I am am playing yours now. No bro, I am playing also US We will also. this, okay? ഗൈസ് തോറ്റ് കഴിയുമ്പോൾ അതും ഇതും പറയല്. അത് നോർത്ത് ഇന്ത്യ ആണെങ്കിലും ഇനി സൗത്ത് ഇന്ത്യ ആണെങ്കിലും ശരി കേട്ടോ. എന്തായാലും നമ്മൾ ജയിച്ചിരിക്കുകയാണ് മാച്ച്. ഇടയ്ക്കൊരു കളി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കളിച്ചേട്ടോ. അതാണ് പുള്ളി പറയുന്നത് കേട്ടോ. എന്തായാലും 103 അടിച്ച് സജാദ് വിൻ ദ മാച്ച്. ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ കളിക്കുന്നുള്ളൂ. കൈയൊക്കെ വേദന എടുക്കുന്നത്. എന്തൊരു വെയിറ്റ് ആയിന് ഗൈസ്. അങ്ങനെ അവസാനത്തെ 2 കളിയിലും അവൻ ജയിച്ചു കേട്ടോ. ഞാൻ എങ്ങനെയോ ജയിച്ചതാണ്. ഞാൻ ഇത് ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ഈ കളി കളിക്കുന്നത് തന്നെ. ചക്ക വീണപ്പം പോയാൽ എത്തുമെന്ന് പറയുന്ന രീതിയിൽ ഫസ്റ്റ് കളി ജയിച്ചു. പക്ഷേ രണ്ടാമത്തെ കളി അവൻ ഈസി ആയിട്ട് ജയിച്ചു. മൂന്നാമത്തെ കളി ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു. അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് 105, 106. പക്ഷെ എന്താണെങ്കിലും ഇറ്റ്സ് എ വെരി ഗുഡ്, വെരി വണ്ടർഫുൾ എക്സ്പീരിയൻസ് ഗൈസ്. വണ്ടർഫുൾ എക്സ്പീരിയൻസ്. കാരണം ഒരാളും കൂടി പെട്ടെന്ന് കൂടെ ഉണ്ടാവുക, യാത്ര ചെയ്യാൻ, ആളുടെ കൂടെ നമുക്ക് ഇങ്ങനെ ഗെയിം കളിക്കാൻ പറ്റുക, അത് മറ്റൊരു രാജ്യത്ത് ഒരു രസമായിരുന്നു. ഐ എം റിയലി എൻജോയിങ്. ഇറ്റ്സ് വെരി നൈസ്. ആൻഡ് ഓൾസോ ഞാൻ ഇവൻ്റെ അടുത്ത് ഇംഗ്ലീഷ് പറഞ്ഞ് ഇംഗ്ലീഷ് തന്നെ വരുന്നത്. ഗ്രാമറൊക്കെ തെറ്റാന്നറിയാം, എന്നാലും ഇംഗ്ലീഷ് തന്നെ വന്നുകൊണ്ടിരിക്കും കേട്ടോ. അത് മാത്രമല്ല ഇവിടുത്തെ ആൾക്കാർ കിട്ടില്ല ആൾക്കാർ കേട്ടോ. നിങ്ങൾ കണ്ടില്ലേ, അവർ ഭയങ്കര സപ്പോർട്ടീവ്. നമുക്ക് ഹിന്ദി പാട്ടൊക്കെ കിട്ടുന്ന അവർ കൂടെ വന്ന് ഡാൻസ് കളിച്ച് ഞാൻ പിന്നെ കോപ്പി റൈറ്റ് കിട്ടുമെന്ന് വെച്ചിട്ടാണ് അത് എടുക്കാഞ്ഞത് കേട്ടോ. ഞാൻ അത് ഇൻസ്റ്റാഗ്രാമിൽ ആഡ് ചെയ്തിട്ടുണ്ട്, ആ ഒരു റീല് പോലെ. അപ്പോൾ നിങ്ങളൊന്ന് കാണണം കേട്ടോ. എന്തായാലും രസമായിരുന്നു. സോ ഗൈസ്, നമ്മൾ ഈ ഒരു എപ്പിസോഡ് ഞാൻ ഇവിടെ വെച്ച് നിർത്തുവാണ്. കാരണം ഇത് കുറച്ച് ലെങ്തി ആയെന്നറിയാം. അതേ നമ്മളിവിടെയാണ് കളിച്ചുകൊണ്ടിരുന്നത്. നൈസായിരുന്നു. ഉസ്ബെക്കിസ്ഥാനിൽ തഷ്കന്തിലാണ് ക്യാപിറ്റൽ സിറ്റിയിൽ. നാളെ നമ്മൾ യാത്ര വീണ്ടും തുടങ്ങും. അപ്പോൾ ഇനിയുള്ള കാഴ്ചകൾ നിങ്ങൾ അടുത്ത എപ്പിസോഡിൽ കാണുക കേട്ടോ. കാരണം ഈ എപ്പിസോഡ് അത്യാവശ്യം നല്ല ലെങ്തി ആയെന്നറിയാം. ബാക്കി കാഴ്ചകൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇതുപോലെ നമുക്ക് മുന്നോട്ട് ഒരുപാട് കാര്യങ്ങൾ കാണാനും എടുക്കാനും ഒക്കെ പറ്റത്തുള്ളൂ. സോ ഗൈസ്, പ്ലീസ് സപ്പോർട്ട്. ബൈ. താങ്ക് യു സോ മച്ച്. ബാക്കി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.